بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين، والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين. ثم أما بعد. സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, സമഅ്, ബസ്വർ എന്നീ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്ന ആയത്തുകളിൽ ഏതാനും ആയത്തുകൾ നൽകിയതാണ് ഇവിടെ വിശദീകരിച്ചത്. അഥവാ وقوله قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء أم يحسبون أننا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون إنني معكما أسمع وأرى ألم يعلم بأن الله يرى الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون എന്നീ ആയത്തുകൾ, വിവിധ സൂറത്തുകളിൽ നിന്നുള്ള വിവിധങ്ങളായ ആയത്തുകൾ അള്ളാഹുവിന്റെ സമഅ്, അതേപോലെ അള്ളാഹുവിന്റെ ബസർ എന്നീ സിഫത്തുകളെ സ്ഥാപിക്കുന്നവയുള്ള തെളിവായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഉദ്ധരിച്ചതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല തുടർത്തി പറയുന്ന ആയത്തുകളാണ് വിശദീകരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നു, വഹുവ ശദീദുൽ മിഹാൽ. വഖൗലുഹു വഹുവ ശദീദുൽ മിഹാൽ വഖൗലുഹു വമകറു വമകറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ വഖൗലുഹു വമകറു മക്റൻ വമകർനാ മക്റൻ വഹും ലാ യശ്ഉറൂൻ وقوله إنهم يكيدون كيدا وأكيد كيدا. ഈ ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അവ സ്ഥാപിക്കുന്നതായ സിഫത്തുകളെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശപ്രകാരം അല്ലാഹുവിനെ മക്കർ, കൈദ്, മിഹാൽ എന്നീ വിശേഷണങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുഖയ്യദായി അള്ളാഹുവിന്റെ മഹത്വത്തിന്, അള്ളാഹുവിന്റെ പരിപൂർണതക്കും അനുയോജ്യമായ വിധം സ്ഥാപിക്കുന്നു. മുഖയ്യദായി സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ തേട്ടം എന്ത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ തുടർത്തി സംസാരിക്കും. അള്ളാഹു തന്നെ കുറിച്ച് പറയുന്നു, വഹുവ ശദീദുൽ മിഹാൽ. ഇവിടെ മിഹാൽ എന്ന് പറഞ്ഞാൽ അൽ ഹൗൽ, ശക്തി, അതുപോലെ അൽ ഖുവത്ത്, ശക്തി, താഖത്ത്, കഴിവ് എന്ന അർത്ഥത്തിലാണ് എന്ന് പഠന പണ്ഡിതന്മാരുണ്ട്. വഹുവ ശദീദുൽ മിഹാൽ എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഹൗലി വ ഷദീദുൽ ഖുവ. ഇമാം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അതേപോലെ ഇമാം മുജാഹിദ് തുടങ്ങിയവരൊക്കെ ആ വീക്ഷണക്കാരാണ്. എന്നാൽ അൽ മിഹാൽ എന്നുള്ളതിന് അൽ മക്ർ എന്നും അർത്ഥമുണ്ട്. ഷദീദുൽ മിഹാൽ എന്ന് പറഞ്ഞാൽ ഷദീദുൽ മക്ർ. അൽ മക്ർ എന്നാൽ നമുക്കറിയാം തന്ത്രം എന്നാണ് അതിന്റെ അർത്ഥം.
അതേപോലെ വമക്കറു വമക്കർ അല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. വമക്കറു അവർ തന്ത്രം പ്രയോഗിച്ചു, വമക്കർ അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു, വല്ലാഹു ഖൈറുൽ മാകിരീൻ അല്ലാഹു ഖൈറുൽ മാകിരീനാണ്. അതേപോലെ വമക്കറു മക്രൻ അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, വമക്കർന മക്ര നമ്മളും തന്ത്രം പ്രയോഗിച്ചു, വഹും ലാ യശ്ഉറൂൻ അവർ അറിയാത്ത വിധം. അതേപോലെ ഇന്നഹും യകീദൂന കൈദ വ അകീദു കൈദ. ഇന്നഹും അവർ യകീദൂന കൈദ തന്ത്രം പ്രയോഗിക്കുന്നു, വ അകീദു കൈദ നാമും തന്ത്രം പ്രയോഗിക്കുന്നു. ഇവിടെ അൽ മിഹാൽ, അൽ മക്ർ, അൽ കൈദ് എന്നീ 3 പ്രയോഗങ്ങൾ തന്ത്രത്തെ പുരസ്കരിച്ചുകൊണ്ട് പ്രയോഗിക്കപ്പെട്ടതാണ്. അത് അൽ മിഹാൽ എന്നുള്ളതിന് അൽ ഖുവ്വത്ത് അല്ലെങ്കിൽ അൽ ഹൗൽ ശക്തി എന്ന അർത്ഥത്തിനും തഫ്സീറുകളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എന്താണ് അൽ മക്ർ എന്നത് അർത്ഥമാക്കുന്നത്? പ്രതിയോഗിയെ വീഴ്ത്താൻ നിഗൂഢവും ഗോപ്യവുമായ മാർഗങ്ങൾ എത്തിപ്പിടിക്കുന്നതിനാണ് തന്ത്രം പ്രയോഗിക്കുക എന്ന് പറയാം. അത്തവസ്സുലു ബിൽ അസ്ബാബിൽ ഖഫിയ്യത്തി ഇലൽ ഈഖാഇ ബിൽ ഖസ് എന്ന പ്രതിയോഗിയെ വീഴ്ത്താൻ ഗോപ്യമായ മാർഗങ്ങൾ പ്രവർത്തിക്കുക, അതിനാണ് തന്ത്രം പ്രയോഗിക്കുക എന്ന് പറയാം. ചിലപ്പോ ആ രീതിയിൽ തന്ത്രം പ്രയോഗിക്കുന്നത് സ്തുത്യർഹായിരിക്കും, നല്ല പരിപാടിയായിരിക്കും. എന്നാൽ ചിലപ്പോ അത് ചതിയും ആക്ഷേപാർഹമായിരിക്കും. എപ്പോഴാ തന്ത്രം പ്രയോഗിക്കുന്നത്? സ്തുത്യർഹമായ കാര്യമാ. അലി റളിയല്ലാഹു തആല അൻഹു ഖന്തഖ് യുദ്ധത്തിൽ, കിടങ്ങ് യുദ്ധത്തിൽ ഒരു തന്ത്രം പ്രയോഗിച്ചതിനെ ചരിത്ര ഗ്രന്ഥം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് അംർ ബിൻ വുദ് എന്ന് പറയുന്ന വ്യക്തിയാണ് അലി റളിയല്ലാഹു തആല അൻഹു പ്രയോഗിച്ച തന്ത്രത്തിൽ ഇരയായത്. അംർ ബിൻ വുദ് മക്കയിലെ ബഹുദൈവ വിശ്വാസിയാണ്, മുശ്രിക്കാണ്. കിടങ്ങ് യുദ്ധത്തിൽ 10,000 വരുന്ന സഖ്യസേന അഹ്സാബ് മദീനയെ ലക്ഷ്യമാക്കിയിട്ട് മക്കയിൽ നിന്ന് വന്നു. മക്കയിലെ ബഹുദൈവ വിശ്വാസികളും അതേപോലെ അറേബ്യൻ ഗോത്രങ്ങളിൽ നിന്ന് വലിയൊരു വിഭാഗവും മദീനയെ ലക്ഷ്യാക്കി വരികയാണ്. മദീനയിൽ കേട്ട് പരിചയമില്ലാത്ത വിധം ഒരു ആൾബലം, ആയുധ സേനയാണ് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് മദീനക്ക് ചുറ്റും മദീനയുടെ പല ഭാഗങ്ങളിൽ കിടങ്ങ് കീറിയിട്ട് ശത്രുവിനെ പ്രതിരോധിക്കുവാൻ തീരുമാനിച്ചു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വെച്ച ഐഡിയ പ്രകാരം അങ്ങനെ മദീനയിൽ വലിയൊരു കിടങ്ങ് ഒരുങ്ങി. 6 മീറ്റർ വീതിയിൽ 3 മീറ്റർ ആഴത്തിൽ 2,900 മീറ്റർ നീളത്തിൽ 2,900 കിലോമീറ്റർ 2 കിലോമീറ്ററും 900 മീറ്ററും നീളത്തിൽ വലിയ ഒരു കിടങ്ങ് ഒരുങ്ങി. ആ കിടങ്ങ് കുഴിച്ചപ്പോ ശത്രുവിനെ അങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും. മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ മദീനയിലൂടെ അന്ന് വന്നു പോയാൽ തന്നെ മതി മദീനക്കാരുടെ പരാജയത്തിന്. കാരണം അത്ര ആൾബലവും ആയുധബലം അവരെടുത്തുണ്ട്. അഹങ്കാരത്തിന്റെ പടിയാണ് അവർ. അപ്പം മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയെയും മുസ്ലിങ്ങളെയും സംരക്ഷിച്ചത് ഈ കിടങ്ങ് കുഴിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 6 മീറ്റർ ചാടിക്കടന്ന് ഒരു ആൾക്ക് ഇപ്പുറത്ത് വന്നിട്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് സാധ്യമല്ല, പ്രത്യേകിച്ച് ഒന്നായിട്ട് സൈന്യം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ കിടങ്ങിന്റെ ഇപ്പുറത്ത് നിലയുറപ്പിച്ചു. ശത്രുസേന വന്നപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത ഒരു യുദ്ധ രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത് കണ്ടത്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ആരും ഒന്നായിട്ട് കിടങ്ങ് ചാടിക്കടന്ന് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുവാൻ തുനിഞ്ഞില്ല, അവർക്ക് സാധിച്ചതുമില്ല. എന്നാലും ചിലർ ചാടിക്കടന്ന് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് അംർ ബിൻ വുദ്. അംർ ബിൻ വുദ് ഈ കിടങ്ങ് ചാടി കടന്നു വന്ന്
അലി റളിയല്ലാഹു തആല അൻഹുവിനെ ദൊന്ന യുദ്ധത്തിന് വെല്ലുവിളിച്ച്, മുബാറസക്ക് വെല്ലുവിളിച്ച്. അങ്ങനെ മുബാറസക്ക് വെല്ലുവിളിച്ചപ്പോൾ അംർ ഇബ്നു ഉദ് ശക്തനാണ്. അലി റളിയല്ലാഹു തആല അൻഹു യൗവനത്തിലാണ്. മനസ്സിലായില്ലേ? ഇവര് തമ്മിലാണ് ദൊന്ന യുദ്ധം. അംർ ഇബ്നു ഉദ് അലിയാരെ ദൊന്ന യുദ്ധത്തിന് ക്ഷണിച്ചു. ഈ സമയം അംർ ഇബ്നു ഉദ് അലിക്ക് നേരെ, അലി റളിയല്ലാഹു അൻഹു നേരെ ചാടി വന്നപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരാളോടാണ് ദൊന്ന യുദ്ധം, രണ്ടുപേരോട് എങ്ങനെ ദൊന്ന യുദ്ധം നടത്തും? രണ്ടാളോട് ദൊന്ന യുദ്ധം നടത്താൻ ഞാൻ പുറപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അംർ ഇബ്നു ഉദ് വിചാരിച്ച്, എന്റെ ബാക്കിൽ വേറൊരാളും കൂടി ഉണ്ട് അലിയാരോട് ദൊന്ന യുദ്ധത്തിനെന്ന് വിചാരിച്ചിട്ട് ആ ബാക്കിലുള്ള ആളെ നോക്കിയപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു ഉദ്ദിനെ ചാടി വെട്ടി. അതോടുകൂടി അംർ ഇബ്നു ഉദ്ദിന്റെ കഥ കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു പ്രയോഗിച്ചത് ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ അംർ ഇബ്നു ഉദ് വീഴുകയുണ്ടായി. മദീനയിൽ മുസ്ലിമീങ്ങളുടെ സ്വൈര ജീവിതം മദീനയിലും നഷ്ടപ്പെടുത്താൻ, മദീനയെ വന്ന് ആക്രമിക്കുവാൻ, നാടും വീടും ഒക്കെ വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന മുഹാജിരീങ്ങളെ അവിടെ വന്ന് ആക്രമിക്കുവാൻ വലിയ പട നയിച്ചു വന്ന ബഹുദൈവ വിശ്വാസിയെ തുരുത്തുക എന്നുള്ളതും അവരുടെ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതും തികഞ്ഞ നീതിയാണ്. ആ നീതിയുടെ തേട്ടമാണ് അലി റളിയല്ലാഹു തആല അൻഹു ഈ തന്ത്രപ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഇവിടെ തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളത് സ്തുത്യർഹമായ ഒരു സംഗതിയാണ്. മനസ്സിലായേ? എന്നാൽ എപ്പോഴും തന്ത്രം സ്തുത്യർഹമല്ല. പ്രത്യുത പ്രതിയോഗിയെ വീഴ്ത്തുവാൻ വേണ്ടിയിട്ട് പല കുതന്ത്രങ്ങളും ആളുകൾ പ്രയോഗിക്കും. മനസ്സിലായേ? അപ്പോ സ്തുത്യർഹമായ കാര്യത്തിന് തന്ത്രം പ്രയോഗിക്കും, ആക്ഷേപാർഹമായ കാര്യത്തിന് തന്ത്രം പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അൽ മക്ർ, അൽ കൈദ്, അൽ മിഹാൽ എന്നീ വിശേഷണങ്ങളെ ഒറ്റയടിക്ക് ചേർത്തൂല. പിന്നെ സ്തുത്യർഹമായ രീതിയിലുള്ള മക്കർ, കൈദ്, മിഹാൽ അതാണ് അള്ളാഹുവിലേക്ക് ചേർത്തത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കുറവുള്ള, ന്യൂനതയുള്ള, പോരായ്മയുള്ള ഒന്നും സംഭവിക്കൂല. അള്ളാഹു അതിൽ നിന്നൊക്കെ പരമപരിശുദ്ധനാണ്. എന്നാൽ സ്തുത്യർഹമായ രീതിയിലുള്ളതായ മക്റിന്റെയും കൈദിന്റെയും അതേപോലെ മിഹാലിന്റെയും പ്രവൃത്തി അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകും. ആ രീതിയിലുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുഖയ്യദായ നിലക്ക് അൽ മക്ർ, അൽ കൈദ്, അൽ മിഹാൽ എന്നീ സിഫത്തുകളെ, വിശേഷണങ്ങളെ അള്ളാഹുവിന് സ്ഥിരീകരിക്കുന്നു. മുഖയ്യദായ നിലക്ക് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹമായ രീതിയിലുള്ള മക്റിന്റെയും കൈദിന്റെയും മിഹാലിന്റെയും പ്രയോഗം. മനസ്സിലായല്ലേ? ആ നിലക്ക് അള്ളാഹുവിന് ഈ വിശേഷണങ്ങളുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ 4 ആയത്തുകൾ കൊണ്ടുവന്നത്. വഹുവ ശദീദുൽ മിഹാൽ, അള്ളാഹു ശദീദുൽ മിഹാലാണ്, നമ്മൾ ശദീദുൽ മക്റാണ്. ഇവിടെ 2 തഫ്സീറാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന് ശദീദുൽ ഖുവ്വ, ശക്തമായ കഴിവുള്ളവൻ. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, നിന്റെ റബ്ബിന്റെ പിടുത്തം വളരെ ശക്തമാണ് എന്ന ആയത്തിൽ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്, അള്ളാഹുവിന്റെ പിടുത്തം അത് നോവേറിയതും അത് കഠിനവുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അതേ തേട്ടവും ആശയവുമാണ് വഹുവ ശദീദുൽ മിഹാൽ എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ശദീദുൽ മക്ർ എന്ന് സ്തുത്യർഹമായ നിലക്ക്, അപ്പൊ നമ്മൾ പറഞ്ഞത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സലഫികൾ എങ്ങനെയാണ് അള്ളാഹുവിന് ഈ വിശേഷണങ്ങൾ അൽ മക്ർ, അൽ കൈദ്, അൽ മിഹാൽ എന്നീ സിഫത്തുകളെ സ്ഥാപിക്കുന്നത് എന്നതാണ്. മനസ്സിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മക്ർ, അൽ കൈദ്, അൽ മിഹാൽ തന്ത്രം പ്രയോഗിക്കുന്നത് അത് ആക്ഷേപാർഹമായ രീതിയിലുള്ള പ്രത്യേക സ്തുത്യർഹമായ നിലക്കാണ്. അതെങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച തന്ത്രങ്ങളെല്ലാം തന്ത്രം പ്രയോഗിച്ചവർക്കുള്ള ശിക്ഷ എന്നോണാണ്.
അല്ലെങ്കിൽ അവർക്കുള്ള മറുപടി എന്നോണാണ്, അവർക്കൊരു പാഠം എന്നോണാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നാമത്തെ മക്കറുമായി ബന്ധപ്പെട്ട വചനം വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. എന്താ വമക്കറു? അവർ തന്ത്രം പ്രയോഗിച്ചു. വമക്കറല്ലാഹ്, അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അല്ലാഹു ഖൈറുൽ മാകിരീൻ ആണെന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ വിഷയത്തിലാ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരിൽ തന്ത്രം പ്രയോഗിച്ച യഹൂദന്മാരുടെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്. യഹൂദന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ വേണ്ടി പിലാത്തോസിന്റെ പടയാളികൾക്ക് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒറ്റുകൊടുത്തു. അത് അവരിൽ നിന്നുള്ള വലിയ ഒരു കുതന്ത്രമായിരുന്നു. അവർ ആ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ അള്ളാഹു പറയുന്നത് അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചത്. ഒമക്കറു, ജൂതന്മാർ തന്ത്രം പ്രയോഗിച്ചു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് കുതന്ത്രാണ്. ഒമക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആലയും തന്ത്രം പ്രയോഗിച്ചു. എന്താ അള്ളാന്റെ തന്ത്രം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപം ഒറ്റുകൊടുത്തവരിൽ ഒരാൾക്ക് നൽകി. അള്ളാഹു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അത്ഭുതകരമാം തന്നിലേക്ക് ഉയർത്തി. ആരാണ് ഒറ്റുകൊടുത്തതിന് നേതൃത്വം വഹിച്ചത്? അവനിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപ സദൃശ്യം അള്ളാഹു നൽകുകയും അവനെ എന്ത് ചെയ്തു? പിലാത്തോസിന്റെ പടയാളികൾ ക്രൂശിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായ തന്ത്രം. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചത് സ്തുത്യർഹമായ രീതിയിലാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അതേപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അവരെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ശത്രുക്കൾ പ്രയോഗിച്ചതായ തന്ത്രത്തിനുള്ള ശിക്ഷയെന്നോണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞത് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അള്ളാഹു മാകിരീങ്ങളിൽ ഉത്തമനാണ്. അള്ളാഹു അത്യുത്തമമായ തന്ത്രം പ്രയോഗിക്കുന്നവനാണ്, അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രയോഗിക്കുന്ന തന്ത്രം ഖൈറാണ്. മനസ്സിലായി? ഖൈറായ പ്രവൃത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. അംകറുൽ മാകിരീൻ എന്ന് പറഞ്ഞില്ല, ഏറ്റവും വലിയ തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഖൈറുൽ മാകിരീൻ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല കുതന്ത്രം മെനയുന്നവർക്ക് ശിക്ഷയെന്നോണം അവരെ പാഠം പഠിപ്പിക്കുവാനാണ് അള്ളാഹുവിൽ നിന്നുള്ളതായ തന്ത്രം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സത്യദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു. ജൂതന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുക്കളായി മാറി, ദഅവത്തിനെ നിരസിച്ചു എന്ന് മാത്രമല്ല ഒറ്റുകൊടുക്കുകയും വധിക്കുവാൻ വേണ്ടി അവർ തന്ത്രം പ്രയോഗിക്കുകയും ചെയ്തത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉയർത്തുകയും ഒറ്റുകൊടുത്തതിന് നേതൃത്വം വഹിച്ചവന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപം നൽകുകയും ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മക്ർ തന്ത്രം. അതൊരു ഉത്തമ പ്രവൃത്തിയും സ്തുത്യാർഹമായിട്ടുള്ള പ്രയോഗവുമാണ്. മനസ്സിലല്ലേ? ആ രീതിയിൽ അള്ളാഹുവിന് അൽ മക്ർ എന്നുള്ള വിശേഷണമുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉണർത്തുന്നത്. രണ്ടാമത്തെ ആയത്ത് ഷെയ്ഖുൽ ഇസ്ലാം മക്റിന്റെ വിഷയത്തിൽ കൊടുത്തത് വമക്കറു മക്രൻ വമക്കർനാ മക്റാ വഹും ലാ യശ്ഉറൂൻ. വമക്കറു മക്രൻ, അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, വല്ലാത്ത തന്ത്രം അവർ പ്രയോഗിച്ചു. ആരാണ് ഈ അവർ? സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത. വകാന ഫിൽ മദീനത്തി തിസ്അത്തു റഹ്തിൻ എന്ന് പറഞ്ഞേ, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാട്ടിൽ, അഥവാ ഇന്നത്തെ അൽ ഉല എന്ന് പറയുന്ന അൽ ഹിജ്ർ എന്ന് പറയുന്ന സ്ഥലം, മദാഇൻ സാലിഹ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ അവിശ്വാസികളാണ്. അവരിൽ ഒരു 9 അംഗം റൗഡികൾ ഉണ്ടായിരുന്നു. മനസ്സിലല്ലേ? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കൂ, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് ആരാധിക്കുവാൻ ആരാധ്യൻ ആരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു, സാലിഹ് നീ ഞങ്ങളിൽ ഒരു പ്രതീക്ഷയായിരുന്നു, ഞങ്ങൾക്കൊരു മർജുവായ ഒരു വ്യക്തിയായിരുന്നു, ഞങ്ങളിൽ ഒരു അഭിമതനായിരുന്നു താങ്കൾ.
പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഒക്കെ കുരുത്തക്കേട് നിനക്ക് തട്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി. പിന്നെ അദ്ദേഹത്തോട് പല ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ട്, അവരൊട്ടകത്തിനെ ആവശ്യപ്പെട്ട്. അപ്പൊ അവര് പറഞ്ഞ വിശേഷണത്തിൽ അവർക്ക് ഒട്ടകത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്തായിട്ട് പ്രകടിപ്പിച്ച്, മനസ്സിലായില്ലേ? ഇതൊക്കെ നൽകിയെങ്കിലും സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കെതിരിൽ സമൂദ് ഗോത്രം കുതന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയേണ്ട അതിനെ കുറിച്ച്, തഖാസമു ബില്ലാഹി ലനുബയ്യിതന്നഹു വ അഹ്ലഹു. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇരുട്ടിന്റെ മറവിൽ കെണിയിൽപ്പെടുത്തുവാനും കൊല്ലുവാനും അവർ അള്ളാഹുവിൽ സത്യം ചെയ്ത് അന്യോന്യം തീരുമാനിച്ചു. മനസ്സിലായി? ഇരുട്ടിന്റെ മറവിൽ പോയിട്ട് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അപകടപ്പെടുത്തുക, കുടുംബത്തെ അപകടപ്പെടുത്തുക. മനസ്സിലായി? അത് അവർ സത്യം ചെയ്ത് തീരുമാനിച്ച്. മാത്രല്ല രാത്രിയെ കൊല്ലാൻ തീരുമാനിച്ചത്. എന്നിട്ട് അവരുടെ തന്ത്രം എന്താ? സുമ്മലന്ന ഖുലന്നലി വലിയിഹി. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ വലിയ ബന്ധുക്കൾ വന്നിട്ട് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. അപ്പൊ ചോദ്യം ചെയ്യുമ്പോ അവരോട് നമുക്ക് പറയാം, മാ ഷഹിദ്ന മഹ്ലിക അഹ്ലിഹി. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം വധിക്കപ്പെട്ടതിൽ ഞങ്ങൾ സാക്ഷികളല്ല, വൈന്നാല സാധിക്കും, ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം എന്ന് അവർ കൂടിയാലോചന. അപ്പൊ രാത്രിന്റെ പറവിൽ പോയിട്ട് കൊല്ലാം, എന്നിട്ട് അവർ ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഞങ്ങൾ അതിന് സാക്ഷികളായിട്ടില്ല എന്ന് പറയുകയും ചെയ്യാം എന്നാണ് അവരുടെ തന്ത്രം. മനസ്സിലായില്ലേ? ഇത് സമൂദ് ഗോത്രത്തിലെ അവിശ്വാസികൾ പ്രയോഗിച്ചതായ തന്ത്രം. അള്ളാഹുവിന്റെ പ്രവാചകനെയും ആ പ്രവാചകന്റെ അഹലിനെയും ഇരുട്ടിന്റെ മറവിൽ നശിപ്പിക്കാൻ എന്നുള്ള തന്ത്രം അവർ പ്രയോഗിച്ചപ്പോൾ അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമക്കറു മക്രൻ. അവർ വല്ലാത്ത ഒരു തന്ത്രമാണ് പ്രയോഗിച്ചത്. വമക്കർന മക്രൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളും എന്ത് ചെയ്തു? വല്ലാത്ത ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് എന്താ തന്ത്രം? ഈ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുടുംബത്തെ നശിപ്പിക്കുവാനുള്ള ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയാണ് ചെയ്തത്. മനസ്സിലല്ലേ? വഹും ലാ യശ്ഉറൂൻ. അവരറിയാത്ത വിധമായിരുന്നു അള്ളാഹുവിന്റെ തന്ത്രം പ്രയോഗിക്കൽ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫൻദുർ കൈഫ കാന ആഖിബതു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. ഫൻദുർ, നിങ്ങൾ നോക്കൂ, കൈഫ കാന ആഖിബതു മക്രിഹിം, സമൂദ് ഗോത്രത്തിലെ അവിശ്വാസികളുടെ തന്ത്രത്തിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. അന്നാ ദമ്മർനാഹും, നാം അവരെ തകർത്ത് കളഞ്ഞു, വഖൗമഹും, അവരുടെ ജനതയെയും, അജ്മഈൻ, മുഴുവനും. പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഴുവൻ തകർത്ത് കളയുകയുണ്ടായി. അതാണ് അള്ളാന്റെ തന്ത്രം. അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് തന്ത്രം പ്രയോഗിച്ചവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയാണ് ചെയ്തത്. അതാണ് അള്ളാഹുവിന്റെ തന്ത്രം. മനസ്സിലല്ലേ? അത് സ്തുത്യർഹമായ പ്രവർത്തനം. ഫഅഖദതുഹും റജ്ഫ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. ഒരൊറ്റ പ്രകമ്പനം അതവരെ പിടികൂടി അവരവരുടെ ഭവനങ്ങളിൽ ജീവനറ്റ് വീഴുകയാണ് ചെയ്തത്. മനസ്സിലല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അന്നാ ദമ്മർനാഹും, നാം അവരെ തകർത്ത് കളഞ്ഞ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയാണ്. മനസ്സിലല്ലേ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമക്കർന, നാം മക്കർ പ്രയോഗിച്ചു, തന്ത്രം പ്രയോഗിച്ചു. ഇവിടെ അള്ളാഹുവിന്റെ തന്ത്രം നോക്കൂ നിങ്ങൾ. മനസ്സിലല്ലേ? ഇത് കുതന്ത്രമല്ല, പിന്നെ അള്ളാഹുവിന്റേത് സ്തുത്യർഹമായിട്ടുള്ള തന്ത്രമാണ്. മനസ്സിലായി? ആ നിലക്ക് അള്ളാഹുവിന് മക്കർ എന്നുള്ള വിശേഷണമുണ്ട്. അത് മുഖയ്യദായ നിലക്കാണ്, മുത്തലഖായ നിലക്കല്ല. മുത്തലഖായിട്ടുള്ള തന്ത്രം അത് മനുഷ്യന്മാരുടെയൊക്കെ തന്ത്രം. മനസ്സിലായില്ലേ? അതിൽ സ്തുത്യർഹായതുണ്ടാകും, അലി റളിയല്ലാഹു തആല പ്രയോഗിച്ചതുപോലെ. അല്ല, സ്തുത്യർഹല്ലാത്തതുണ്ടാകും. മനുഷ്യന്മാരെ അന്യോന്യം കെണിയിൽപ്പെടുത്താൻ വേണ്ടിട്ട് ഓരോ ചെയ്യണില്ലേ? മനസ്സിലായില്ലേ? ചിലരെന്ത് ചെയ്യും? ബിസിനസ് സാധനങ്ങൾ വിറ്റഴിയാൻ വേണ്ടി തന്ത്രം പ്രയോഗിക്കും. ചിലര് തന്റെ കയ്യിലുള്ള കറൻസി അത് പൊളിഞ്ഞതായിരിക്കും, മനസ്സിലായി, അത് ചെലവാകാൻ വേണ്ടിയിട്ട് തന്ത്രം പ്രയോഗിക്കും. പലരും പല രീതിയിലുള്ള അടവുകളൊക്കെ പ്രയോഗിക്കും. മനസ്സിലല്ലേ? ഇങ്ങനെയുള്ള തന്ത്രം അത് അള്ളാഹുവിലേക്കില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിലേക്ക് ഈ സിഫത്തുകൾ 4 ആയത്തുകളിൽ മക്കർ അല്ലെങ്കിൽ കൈദ്, നിഹാൽ എന്നിവ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹമായ നിലക്ക് അള്ളാഹുവിന്റെ ശത്രുക്കളോട്, അള്ളാഹുവിന്റെ അമ്പിയാ ഔലിയാക്കളുടെ ശത്രുക്കളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായ തന്ത്രമാകുന്നു. അടുത്ത ആയത്ത് ഏതാ? അടുത്ത ആയത്ത് ഇന്നഹും യകീദൂന കൈദ വ അകീദു കൈദ എന്നർത്ഥം. ഇന്നഹും, തീർച്ചയായും അവർ, യകീദൂന കൈദ, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. വ അകീദു കൈദ, നാമും തന്ത്രം പ്രയോഗിക്കുന്നു. വ അകീദു, നാം തന്ത്രം പ്രയോഗിക്കുന്നു
എന്ന് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കൈദൻ, വല്ലാത്തൊരു തന്ത്രം. മനസ്സിലായി? ഇവിടെ ഇന്നഹും യകീദൂന കൈദ, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. ആരെ കുറിച്ചാണ് ഈ അവർ എന്ന് പറഞ്ഞത്? അത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ തന്ത്രം പ്രയോഗിച്ചു. മനസ്സിലായി? എന്തായിരുന്നു ആ തന്ത്രം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ അവർ പരിപാടിയിട്ട്. കൊല്ലാൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൈദി യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. വൈദി യംകുറു ബികല്ലദീന കഫറൂ, അവിശ്വാസികൾ നിങ്ങളെ കൊണ്ട് തന്ത്രം പ്രയോഗിച്ച സന്ദർഭം ഓർക്കുക. എന്തിനു വേണ്ടിയാണ് അവിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തന്ത്രം പ്രയോഗിച്ചത്? ലിയുസ്ബിതൂക്, ഒന്നുകിൽ പ്രവാചകനെ എവിടെയെങ്കിലും ബന്ദിയാക്കി വെക്കുവാൻ, ഔ യഖ്തുലൂക്, അല്ലെങ്കിൽ പ്രവാചകനെ താങ്കളെ വധിക്കുവാൻ, ഔ യുഖ്രിജൂക്, അല്ലെങ്കിൽ പ്രവാചകനെ താങ്കളെ നാട് കടത്തുവാൻ. അപ്പൊ നാട് കടത്തുക, അല്ലെങ്കിൽ വധിക്കുക, അല്ലെങ്കിൽ ബന്ദിയാക്കി വെക്കുക. ഈ മൂന്നാലൊരു മുറ പ്രയോഗിക്കുവാൻ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ തന്ത്രം പ്രയോഗിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തുടർന്ന് പറയുന്നത് വയം ഖുറൂൻ, അവർ തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു. വയം ഖുറുല്ലാ, അപ്പോൾ അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു ഖൈറുൽ മാകിരീനാണ്, ഉത്തമമായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിനെക്കുറിച്ചാണ് സൂറത്ത് താരിഖിന്റെ അവസാനത്തിൽ ഇന്നഹും യകീദൂന കൈദ, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. വ അകീദു കൈദ, നാം തന്ത്രം പ്രയോഗിക്കുന്നു. വമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ, അവിശ്വാസികൾക്ക് അല്പം ഇട നൽകൂ എന്ന് പറഞ്ഞത് ഈ അവിശ്വാസികളുടെ വിഷയത്തിൽ. മനസ്സിലല്ലേ? അങ്ങനെ ഏതാണ് അവർ പ്രവാചകന് നേരെ പ്രയോഗിക്കേണ്ടത്? വധിക്കണോ, നാട് കടത്തണോ, അതല്ല ബന്ദിയാക്കി വെക്കണോ? അതിലവർ ദാറുൻ നദ്വയിൽ ബഹുദൈവ വിശ്വാസികൾ കൂടിയാലോചന നടത്തിയപ്പോൾ ഒരു നജ്ദിയൻ ഷെയ്ഖിന്റെ രൂപത്തിൽ ഇബ്ലീസ് വരികയും അങ്ങനെ ഇബ്ലീസ് അവർക്കൊരു അഭിപ്രായം പറഞ്ഞു കൊടുത്തു. ഖുറൈശി ഗോത്രങ്ങളിൽ ഉപഗോത്രങ്ങളിൽ നിന്നുള്ള നല്ല യുവാക്കൾ 10 പേരെ തെരഞ്ഞു പിടിച്ച് എല്ലാവരുടെയും കയ്യിൽ വാള് കൊടുക്കുക, അവർ മുഹമ്മദിന്റെ വീടിനെ വളഞ്ഞു നിന്ന് മുഹമ്മദിനെ ഒരൊറ്റ വെട്ടിന് എല്ലാവരും കൂടി കൊല്ലട്ടെ. അങ്ങനെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നുള്ള ഓരോ മല്ലന്മാര് വന്ന് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നിട്ടുണ്ട് എങ്കിൽ ബനു ഹാഷിം കുടുംബത്തിന് എല്ലാരോടും പ്രതികാരം ചോദിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പ്രതികാരം, പിന്നെ ബ്ലഡ് മണിയോ ദിയൊക്കെ ചോദിച്ചിട്ട് എന്ത് ഈ പ്രശ്നം പരിഹരിച്ചോളും എന്ന് ഇബ്ലീസ് വന്നിട്ട് ഇവർക്ക് ബോധനം നൽകി. ഇതായിരുന്നു അവർ പ്രയോഗിച്ചതായ തന്ത്രം. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നഹും യകീദൂന കൈദ. അതേപോലെ തന്നെ വൈദി യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂൻ. മനസ്സിലായി? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത്? അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചു. ഇത്തരം ഒരു ദ്രോഹം ചെയ്യുന്ന, ഇത്തരം ഒരു ക്രൂരത ചെയ്യുന്ന മനുഷ്യന്മാർക്കെതിരിൽ, മുശ്രിക്കുകൾക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ശിക്ഷ പ്രയോഗിക്കുന്നുവെങ്കിൽ അത് സ്തുത്യർഹമായ മക്റാണ്. ആ നിലക്കാണ് അള്ളാഹുവിനേക്ക് മക്കറിനെ സ്ഥാപിക്കുന്നത്, കൈദിനെ സ്ഥാപിക്കുന്നത്, നിഹാലിനെ സ്ഥാപിക്കുന്നത്. ഇവിടെ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായ തന്ത്രം? ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു നിന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, റസൂലുള്ള രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ വീട് വളഞ്ഞു നിന്ന്, പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിരിപ്പിൽ നിൽക്കുമ്പോഴാണ് അവര് വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വഹയി വന്ന് വിരിപ്പിൽ അലിയാരെ കിടത്തിയതിനു ശേഷം ഇവർ തങ്ങളുടെ ഊരിപ്പിടിച്ച വാളുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടാൻ ഓങ്ങി നിൽക്കുന്ന വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ വെട്ടാൻ വേണ്ടി വാള് ഓങ്ങി നിൽക്കുന്നവർക്ക് നേരെ പ്രവാചകന് ഒരു പിടി മണ്ണ് വാരിയാണ്ട് എറിഞ്ഞ്. മനസ്സിലായില്ലേ? അവർക്കിടയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി നടന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പറയാണ് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നാം അവരുടെ മുന്നിൽ മറയിട്ടു, അവരുടെ പിന്നിലും മറയിട്ടു, നാം അവരെ മൂടിക്കളഞ്ഞു, അവർക്ക് കാണാൻ കഴിയാത്ത വിധം. ഈ 10 ആളുകളുടെയും മുന്നിലും പിന്നിലും അള്ളാഹു മറട്ട്, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂടിക്കളഞ്ഞ് അവർക്ക് കാണാൻ കഴിയാത്ത വിധം ആയിപ്പോയി അവരുടെ അവസ്ഥ. മനസ്സിലല്ലേ? ഇവിടെ
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച തന്ത്രതാണ്. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വാക്കീദു കൈത, നാമും വല്ലാത്തൊരു തന്ത്രം പ്രയോഗിക്കും. വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു ഖൈറുൽ മാകിരീനാണ് എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാന്റെ തന്ത്രമാണ്, വലിയ തന്ത്രം, അതിമഹത്തായ തന്ത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ ആ തന്ത്രമാണ് രക്ഷപ്പെടുത്തിയത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിലൂടെ ഇറങ്ങി നടന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ മലയുടെ നേരെ പോയി. അങ്ങനെ സൗർ മലയിൽ 3 നാളുകൾ പാർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി, സുരക്ഷിതനായി. മനസ്സിലായേ? അപ്പൊ ആരുടെ തന്ത്ര വിജയിച്ചത്? മക്കക്കാർ വാളയിട്ട് കാത്തു നിൽക്കുക റസൂലുള്ളാഹിനെ വെട്ടാൻ. പക്ഷേ അവർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിലേക്ക് നോക്കിയിരിക്കുക. പക്ഷെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റിരുന്നത് അലിയാരാണ്. അതോടുകൂടി അവർ ലഭ്യരായി. അവരുടെ നേതാക്കന്മാർ വിവരം അറിഞ്ഞു, മുഹമ്മദ് രക്ഷപ്പെട്ടിരിക്കുന്നു. വീട്ടിനകത്തുള്ളത് അലിയാരാണ്. അതോടുകൂടി അവരുടെ ദേഷ്യം മൂത്തു, അവരുടെ ക്രോധം മൂത്തു. അവർ വീണ്ടും അഹങ്കാരികളായി ഈർഷ്യതയിൽ അവർ പ്രഖ്യാപിച്ചു, മുഹമ്മദിനെ ജീവനോടെ കൊണ്ടുവന്നാലും, അതല്ല തലയെരിഞ്ഞ് തല കൊണ്ടുവന്നാലും 100 ഒട്ടകം ഇനാം. അങ്ങനെ അവർ 100 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊയ്യാൻ മക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പുറം നാടുകളിലേക്കും ആളുകളെ വിടുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊയ്യുവാനുള്ള ആർത്തി കാരണത്താൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലായിടത്തും തെരയാണ്. തെരഞ്ഞ് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ചിരിക്കുന്ന ജബൽ അസൂറിന്റെ മുകളിൽ വരെ എത്തി. യഥാർത്ഥത്തിൽ നോക്കി നിങ്ങൾ അവരുടെ ആ ആർത്തി നോക്കി നിങ്ങൾ, അവരുടെ കുതന്ത്രത്തിന്റെ ആഴം അളക്കാൻ ഇതുകൊണ്ട് കഴിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്നത് മദീനയുടെ ഭാഗത്തേക്കല്ല. അവർക്കൊരു ഐഡിയ ഉണ്ട് മദീനയുടെ ഭാഗത്തേക്കാണ് പോകുക എന്നുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതറിയാം. കാരണം റസൂലുള്ളാഹിനെ കൂടുതൽ തെരയ മദീനയുടെ ഭാഗത്തേക്ക്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് പുറപ്പെട്ടത് യമന്റെ ഭാഗത്തേക്കാണ്. നേരെ മദീനന്റെ ഓപ്പോസിറ്റ്, മദീന മക്കയുടെ വടക്ക് ഭാഗത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് തെക്ക് ഭാഗത്തേക്കാണ്. കാരണം തെക്ക് ഭാഗത്താണ് ജബൽ സൗർ ഉള്ളത്. എന്തിന്? തെരച്ചിൽ അങ്ങോട്ട് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജബൽ സൗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുന്നാണ്, ഉയരമേറെയുള്ള കുന്നാണ്. അങ്ങോട്ട് നല്ല വഴിയാണ്, പ്രയാസകരമാണ് അവിടേക്ക് കയറാൻ. മനസ്സിലായില്ലേ? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടന്ന വഴികളിൽ കാൽപാദങ്ങൾ പതിഞ്ഞതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഇടയൻ ആടുകളിൽ തൊളിച്ചുകൊണ്ട് നിന്നിട്ട് എന്തിന്റെ ആ കാൽപാദങ്ങളുടെ അടയാളങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? മായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവരുടെ ഈ അത്യാർത്തി കാരണത്താൽ എന്ത് ചെയ്ത് മക്കയിലെ നിമ്ന മേഖലകളൊക്കെ അവര് തെരഞ്ഞ് മലമ്പ്രദേശങ്ങൾ അവർ ഒഴിവാക്കിയില്ല. ആ മലമ്പ്രദേശത്ത് മല കയറി, കുന്ന് കയറി ഏറെ പ്രയാസപ്പെട്ട് അവരെന്ത് ചെയ്ത് സൗർ മലന്റെ മുകളിലും എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സൗർ ഗുഹയുടെ മുകളിൽ അവരെത്തി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയില്ല റസൂലുള്ളാഹിനോട്, അള്ളാഹിന്റെ റസൂലേ, അവരവരുടെ കാലുകളിലേക്ക്, കാൽപാദങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പൊ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയില്ലേ, യാ അബൂബക്കർ മാ ബന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, നമ്മൾ 2 പേരെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നമ്മൾ 2 പേര് മാത്രമല്ല, മൂന്നാമനായി അള്ളാഹു നമ്മളോടൊപ്പുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇല്ലാ തൻസുറു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസ്വാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മുശ്രിക്കുകളുടെ വാളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി. മുശ്രിക്കുകളുടെ മുന്നിലും പിന്നിലും അള്ളാഹു മറയിട്ട് അവരുടെ കണ്ണുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂടിക്കളഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതനായി വന്നു. സൗർ മലയിലെത്തി. സുരക്ഷിതനായിട്ട് പ്രവാചകൻ ആ മലയിലേക്ക് വെച്ചുകൂട്ടി. മുശ്രിക്കുകൾ കണ്ണു തുടച്ചു നോക്കുമ്പോ, നേരം പുലർന്ന് നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ല. അവര് ലഭ്യരായി.
അവരുടെ തന്ത്രം പാഴായി, പൊളിഞ്ഞു. അവരുടെ നേതാക്കന്മാരുടെ തന്ത്രവും പൊളിഞ്ഞു. മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടിയുള്ള അവരുടെ യാത്രയിൽ അവരുടെ കാൽ ചുവട്ടിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കെ അവർക്ക് കാണാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു. അവരുടെ തന്ത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറ്റെ പരാജയപ്പെടുത്തുകയുണ്ടായി. മനസ്സിലായി? അപ്പോ അള്ളാഹുവിലേക്ക് നമ്മൾ അൽ കൈദ്, അൽ മക്ർ, അൽ മിഹാൽ, അതിന്റെ അർത്ഥം തന്ത്രമെന്ന് ഈ വിശേഷണങ്ങളെ ചേർക്കുമ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്വീകരിച്ചതായ ഈ ഒരു നിലപാട് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. തന്ത്രം എന്ന് പറഞ്ഞാൽ പ്രതിയോഗിയെ വീഴ്ത്തുവാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തലാണ്. അത് എല്ലായ്പ്പോഴും സ്തുത്യർഹയിക്കൊള്ളുന്നില്ല. മനുഷ്യർ അത് പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും അത് മോശമായ രീതിയിലാണ് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ സ്തുത്യർഹമായി അത് പ്രയോഗിക്കുന്ന വിശ്വാസികളുണ്ട്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ ആ വിഷയത്തിൽ കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഈ വിശേഷണങ്ങളെ ചേർത്തിരിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? സലഫിയത്തിന്റെ അഖീദ എന്താണ്? അള്ളാഹു തനിക്ക് സ്ഥിരീകരിച്ചതായി ഈ സിഫത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിൽ സ്ഥിരീകരിച്ചുവോ ആ രീതിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹമായ നിലക്കാണ് ഈ സിഫത്തുകളെ തനിക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിന്റെ സന്ദർഭങ്ങളും അതിന്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ ഈ ആയത്തുകളിലൂടെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൊടുത്തതായ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സത്യദീനെതിരിൽ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കെതിരിൽ, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരിൽ കുതന്ത്രം പ്രയോഗിച്ച്, കെണി പ്രയോഗിച്ച് തെറ്റ് പ്രവർത്തിക്കുന്ന, അത് ബോധപൂർവം പ്രവർത്തിക്കുന്ന ഹീനമായ പ്രവർത്തികളിലൂടെ കുതന്ത്രം പയറ്റുന്നതായ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തന്ത്രം അതാണ് വിജയിച്ചത്. അത് അത്യുത്തമവും സ്തുത്യാർഹവുമായിട്ടുള്ള തന്ത്രപ്രയോഗമായിരുന്നു. അങ്ങനെ തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ് ഖൈറുൽ മാകിരീൻ എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മാക്കിർ, അൽ മാക്കിർ എന്ന് പേരുള്ളവനാണ് എന്ന് പറയുന്നില്ല. അതുപോലെ അൽ ഖായിദ് എന്ന് പേരുള്ളവനാണെന്ന് പറയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ പേരുകൾ ഇല്ല. പ്രത്യുത അള്ളാഹു ഖൈറുൽ മാകിരീൻ, അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. എന്തുകൊണ്ട് അൽ ഖൈദ് അതേപോലെ അൽ മക്ർ എന്നതിൽ നിന്നൊന്നും അള്ളാഹുവിന് നാമങ്ങൾ സ്വീകരിക്കുന്നില്ല? നാമങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കാരണം അൽ മക്റും അൽ ഖൈദും ഒക്കെ എപ്പോഴും സ്തുത്യർഹമായ രീതിയിൽ തന്ത്രം പ്രയോഗിക്കുന്നതിന് മാത്രമല്ല പ്രയോഗിക്കുക, പിന്നെയോ മോശമായ രീതിയിൽ തന്ത്രം പ്രയോഗിക്കുന്നതിനും ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശേഷണം അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹുവിനുണ്ട് എന്നുള്ളത് സ്ഥാപിക്കുകയല്ലാതെ അതിൽ നിന്ന് ഇസ്മിനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അള്ളാഹുവിന് സ്ഥിരീകരിക്കുന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. അള്ളാഹുവിന് അൽ മക്കർ, അതേപോലെ തന്നെ അൽ ഖൈദ്, അൽ മിഹാൽ എന്നീ സിഫത്തുകൾ ഉണ്ട്. അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അള്ളാഹുവിനെ സ്ഥിരീകരിച്ച വിധം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് നൽകുന്നതായ ധാർമ്മികമായിട്ടുള്ള വെളിച്ചം എന്താണ്? ആത്മീയമായിട്ടുള്ള പുരോഗതി എന്താണ്? നമ്മൾ ആരും അള്ളാഹുവിന്റെ പടപ്പുകളോട് കുതന്ത്രം പ്രയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ദുർചിന്തകൾ കാരണത്താൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അള്ളാഹിന്റെ ഇഷ്ടദാസന്മാർക്കും സത്യദീനിനും എതിരിലൊക്കെ കുതന്ത്രം പ്രയോഗിക്കുകയായാൽ അവരുടെ കുതന്ത്രങ്ങളെ പഴുവേലയാക്കുന്ന, പരാജയപ്പെടുത്തുന്നതായ തന്ത്രപ്രയോഗങ്ങൾ ശിക്ഷയായി അള്ളാഹുവിൽ നിന്ന് ഇറങ്ങി വരും. പടച്ച തമ്പുരാൻ അള്ളാഹുവിന്റെ മക്ർ പ്രയോഗിക്കും, അള്ളാഹു അവന്റെ കൈത് പ്രയോഗിക്കും, അള്ളാഹുവിന്റെ മിഹാൽ അള്ളാഹു അവതരിപ്പിക്കും. എങ്കിൽ
അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അള്ളാഹുവിന്റെ മക്രും കൈതുമാണ് വിജയിക്കുക, നമ്മുടേത് പരാജയത്തിൽ കലാശിക്കുകയാണ് ചെയ്യുക, അത് പാഴ്വേലയാവുകയാണ് ചെയ്യുക. ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ, സമൂദിന്റെ ഖൗമിന്റെ വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ ഒക്കെ തന്ത്രവുമായി ബന്ധപ്പെട്ട് അവിശ്വാസികളെ ശത്രുക്കൾ പ്രയോഗിച്ച തന്ത്രങ്ങളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലായി. ഈ കാര്യം ഇതോടനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ വിശ്വാസവും അതേപോലെ നമ്മുടെ കർമ്മവും മനസ്സാ വാച കർമ്മണയുള്ള നമ്മുടെ പ്രവൃത്തികളെല്ലാം ഇത്തരം സിഫത്തുകൾ അള്ളാഹുവിനുള്ളത് യഥാവിധം മനസ്സിലാക്കുമ്പോൾ അതിൽ നമുക്ക് നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റുവാനും നന്നാക്കുവാനും സാധിക്കും. ഇതാണ് ഈ സമയത്ത് ഉണർത്തുവാനും ഉപദേശിക്കുവാനും ആഗ്രഹിച്ചത്. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അള്ളാഹുവിന് അൽ അഫ്വ്, അള്ളാഹുവിന് അൽ മഗ്ഫിറത്ത്, അതേപോലെ അള്ളാഹുവിന് അൽ റഹ്മത്ത്, അള്ളാഹുവിന് അൽ ഇസ്സത്ത് എന്നീ സിഫത്തുകളെ സ്ഥാപിക്കുന്നതായ ആയത്തുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് ഇവിടുന്ന് തുടർത്തിയിട്ട് സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സത്യദീനിൽ നമുക്ക് എല്ലാവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.